അഡ്വക്കേറ്റ് അബിൻ വർക്കി ചേരും, ശ്രീ PM മാർഷൽ ചേരും, ശ്രീ യുവരാജ് ഗോകുൽ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ഈ ചർച്ചയിലുള്ളത്. ഈ തോൽക്കുന്നതിന് മുമ്പുള്ള ആത്മവിശ്വാസം എന്ന് പറയുമ്പോൾ യുവരാജ്, നിങ്ങൾക്ക് ഒരുപാട് പരാജയം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ തന്നെ ഒരു വാദം. ആ വാദം വെച്ചുകൊണ്ട് തന്നെ പാലക്കാട്ട് ഇത്തവണ അട്ടിമറി ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഘടകം എന്താണ്? ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു ഘടകം എന്ന് എടുത്തു പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അനുകൂലമാകാത്ത എന്ത് ഘടകമാണ് മാധു പുതുതായിട്ട് വന്നിരിക്കുന്നത്? പഴകിപ്പൊളിഞ്ഞ കുറെ ആരോപണങ്ങളുമായിട്ട് രണ്ട് മുന്നണികളും മുന്നിലേക്ക് വരുന്നു എന്നുള്ളതല്ലാണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ നമ്മുടെ VD സതീശൻ സഹകരണാത്മക പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഈ ദിവസം വരെ ആയിട്ട് കേരളത്തിന്റെ മുമ്പിൽ വയ്ക്കാൻ വേണ്ടിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ കഴിവതും ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടി വിട്ട് ആരെങ്കിലും പോയി മത്സരിച്ചാൽ ആ വീട്ടില് ഇന്നോവ തിരിയാനുള്ള സ്ഥലമുണ്ടോ എന്ന് ഞങ്ങൾ നോക്കലില്ല. ഞങ്ങളുടെ പാരമ്പര്യം അങ്ങനെയല്ല. ഞങ്ങൾ പരമാവധി എല്ലാവരെയും ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. വിഷമതകളോ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ കുടുംബമാണ്. അത് തീർച്ചയായിട്ടും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാവും. ചേട്ടാ, എങ്ങനെയുണ്ട് പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് ആവേശം? പറയാനുള്ളത് 1500 ഏക്കർ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള നെല്ല് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. എടുത്ത നെല്ലിന്റെ പൈസയും കൊടുത്തിട്ടില്ല. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. കറണ്ട് ബില്ല് കൂട്ടാന്നുള്ള തീരുമാനം. പാലക്കാട് നിയോജകമണ്ഡലത്തിനകത്ത് നമുക്കറിയാം നെൽകർഷകര് വലിയൊരു ശതമാനം ഉള്ള നാടാണ്, ഉള്ള മണ്ഡലമാണ്. ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കൃഷിയോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നെൽകർഷകരോടൊക്കെ പുലർത്തിക്കൊണ്ടിരിക്കുന്ന സമീപനം എന്നുള്ളതിന്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ. നെല്ലിന്റെ വിലയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ നമുക്കറിയാലോ, ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നതും BJP ഭരിക്കുന്നതുമായിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങൾ രാജ്യത്തുണ്ടല്ലോ. കേരളത്തിലെ 1 കിലോ നെല്ലിന് കൊടുക്കുന്നതിനേക്കാൾ 10 പൈസ അധികം കൊടുക്കുന്ന സംസ്ഥാനങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. അതിനകത്ത് പരിഹാരം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു നിലയ്ക്കും കഴിഞ്ഞ 8 വർഷക്കാലത്തെ നമ്മുടെ അനുഭവം. ഈ നാടിനകത്തുള്ള കർഷകരെ ഉൾപ്പെടെ ചേർത്ത് പിടിച്ചതിന്റെ അനുഭവമാണ്. ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ഓസ്കാർ കൊടുക്കേണ്ടത്. ഇനി ആരും സൂത്രം കാണിച്ചാ കിട്ടുന്നത് ഈ 2.5 മാസത്തിന് ശേഷം കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ലോണായിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. എൻ്റെ നെല്ല് കൊടുത്തിട്ട് എനിക്ക് തന്നിരിക്കുന്നത് ലോൺ. ഈ ലോൺ എടുക്കാൻ വേണ്ടിയാണോ ഞാൻ നെല്ല് കൊടുത്തിരിക്കുന്നത്? ആ നിലയ്ക്കുള്ള ഇടപെടലുകൾ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ഇതിന്റെ പണം കൊടുക്കുന്നത് കാലങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി. 8 കൊല്ലമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇതേവരെ തീരുമാനമാകാത്ത ഒരു വിഷയത്തെ പറ്റി 8ാമത്തെ കൊല്ലം ചോദിക്കുമ്പോൾ വീണ്ടും കാലങ്ങളായി ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര നിലപാടാണ് യഥാർത്ഥത്തിൽ കർഷകന്റെ പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം. ഇങ്ങോട്ട് വന്നേനി, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേനി. മാതൃഭൂമിയുടെ തന്നെ ഒരു വാർത്ത ഞാൻ വായിക്കാം. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടും കേരളത്തിലെ കർഷകന് ഗുണമില്ല. കാരണം കേന്ദ്രം കൊടുക്കുന്ന പൈസ, കൂട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ, ആനുപാതികമായി കൂട്ടുന്ന പൈസ, അതിനാനുപാതികമായിട്ട് കേരളം കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. കർഷകർ പ്രതിഷേധത്തിലേക്ക് എന്ന് പറയുന്ന വാർത്ത മാതൃഭൂമിയുടെ വാർത്തയാണ്. ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല. അല്ല, പറയട്ടെ. 21 ജൂൺ 2024, അതായത് കഴിഞ്ഞ 4-5 മാസങ്ങൾക്ക് മുമ്പുള്ള വാർത്തയാണ്. നെല്ലിന്റെ താങ്ങുവില കിൻഡലിന് 117 രൂപയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. അതായത് എല്ലാം കൂടി ചേർന്ന് നിലവിൽ 28.32 രൂപയ്ക്കാണ് കേരളത്തിൽ നെല്ല് സംഭരിക്കുന്നത്. Is it convenient and comfortable for you? ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നെല്ലിന്റെ വില എത്ര? ആർഷോ, നമ്മളിപ്പോ കേരളത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു സംസ്ഥാന സർക്കാരുണ്ട്. ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടൂല കേട്ടൂരാനെ. ഞാൻ ഇപ്പോഴല്ല അറിയുന്നത്. എനിക്ക് എന്തോ അറിയാമെന്നാ ഒരു കുന്തം തനിക്ക് അറിഞ്ഞൂടാ. കേരളത്തിലെ പ്രശ്നം അതിന് എനിക്ക് വിരോധമൊന്നുമില്ല.
ആ സാധനം ഇറക്കി കണ്ടു നോക്കി. ഞാൻ കണ്ടെടുത്തോളം അല്ല, അങ്ങനെയാണ് Google ചെയ്യാൻ പറഞ്ഞത്. കേരളത്തിൽ ക്വിന്റലിന് 2300 കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തർപ്രദേശിൽ ഞാൻ നോക്കുമ്പോൾ 2320 രൂപ ക്വിന്റലിനുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണ്. ജനത്തിന്റെ വാർത്തയായിരിക്കും. അതിന്റെ ജനത്തിന്റെ വാർത്തയല്ല സഹോദര, ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തെടുത്ത വാർത്തയാണ്. ഇംഗ്ലീഷിലാണ് ഈ വാർത്ത നടക്കുന്നത്. താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ വായിച്ചു നോക്കുക. ഞാൻ കണ്ടെടുത്തോളം ഇതിനകത്ത് കാണുന്നുണ്ട്. ചാക്ക് നെല്ല് ഒരു വീട്ടില് കിടന്നിട്ട് അത് എടുത്തിട്ട് പോകാൻ ആളില്ല, ശരിയാണ്. സർക്കാർ എടുത്തില്ല. ഇതിനെ ഉത്തർപ്രദേശിന്റെ കഥയും ഇവിടെ എന്താണത്? ജനകീയ മുഖ്യമന്ത്രി ഭരിക്കുന്ന പിണറായി വിജയൻ ഇത് അറിയേണ്ടതാണ്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബദിരനും മൂകനുമാണ്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രകടന പത്രിക പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം കൊടുക്കുകയില്ല. നിന്നിപ്പോൾ ഈ 8 വർഷം കൊണ്ട് 860 ബാറായി കേരളത്തിൽ. 5160 കള്ള ഷാപ്പുകൾ, 350 വിദേശ മദ്യ ഷാപ്പുകൾ, ബീർ വൈൻ പാർലറുകൾ. കുടിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. ഞങ്ങൾക്ക് സമാധാനമില്ല. സ്ത്രീ സുരക്ഷിതത്വം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെയായിരുന്നു നമ്മുടെ സർക്കാർ പറഞ്ഞത്. പക്ഷേ ഈ മദ്യം ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ട് ആത്മഹത്യയായിരുന്നു, കൊലപാതകമായിരുന്നു, വിവാഹമോചനമായിരുന്നു, എല്ലാം ഇങ്ങനെയായിരുന്നു. അപ്പൊ എന്താണ് സ്ഥിതി ഇന്ന് കേരളത്തിൽ? വികസനത്തിന്റെ പാതയിലേക്ക് ഉദിച്ചുപോയി നാട് പറയുമ്പോൾ ഒരു വികസനവും ഒരു കുടിയന്റെ വീട്ടിൽ നടക്കുന്നില്ല. ഇരുന്നറിയോടെ ജീവിക്കണം എന്ന് ഞാൻ ഉപദേശിക്കുന്നില്ല, പക്ഷേ നെറുകേട് കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കരുത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഒരു കുടിയന്റെ വീട്ടിലും വികസനമില്ല. അപ്പൊ എന്താണ് നിങ്ങളെന്ന് സിനിമാ നടന്മാരെ കൊണ്ട് പറയിപ്പിച്ച കള്ളം പറ ഓർമ്മയുണ്ട? എല്ലാവർക്കും ഓർമ്മയില്ലേ? കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? LDF വരും, എല്ലാം ശരിയാകും. ഒക്കെ ശരിയാക്കും എന്ന് പറഞ്ഞിട്ടല്ലേ ഇവര് കേറിപ്പോ മൊത്തം ശരിയായി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇന്നത്തെ സ്ഥിതി എന്താണ് കേരളത്തിൽ? സ്ത്രീക്ക് സുരക്ഷിതത്വമുണ്ടോ? സ്ത്രീക്ക് സംരക്ഷണമുണ്ടോ? ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ കുടിയന്മാരായ മക്കളെ പേടിക്കേണ്ടി വരുന്നു. വിവാഹപ്രായമുള്ള മക്കളെ കുടിയനായ ഭർത്താവിനടുത്ത് വെക്കാൻ അമ്മയ്ക്ക് പേടിയാകുന്നു. ഇതാണ് ഇന്ന് കേരളത്തിന്റെ സാഹചര്യം. മോശം പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. അപ്പൊ എന്താണ് ഇതിനെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? സന്തോഷായി. ഈ പറയുന്ന വാഗ്ദാനങ്ങൾ വലിയ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു പരസ്യമടക്കമുള്ള കാര്യങ്ങൾ. ശരി, കുടിയനായ ഭർത്താവിനെയും കുടിയനായ മകനെയൊക്കെ നമുക്ക് നല്ല വഴിക്ക് കൊണ്ടുവരാം. അതിനകത്ത് നമ്മുടെ അത് പേഴ്സണൽ അല്ല. മാമന് ചേർന്ന് അനന്തരവൻ ഇവരെ ഇരട്ടപ്പെട്ടതാ. അതിനുവേണ്ടി ഒരു 200 ബാറുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനെന്ത് എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു. ചേട്ടാ ചോദിക്കൂ. വികസനത്തിന്റെ കാര്യത്തില് മറ്റാര് LDF സർക്കാരിനെ കുറ്റപ്പെടുത്തിയാലും ഞാൻ അതിനോട് യോജിക്കില്ല. അത് LDF പ്രതിനിധിക്ക് പറയാൻ പറ്റാത്തോണ്ടാണ്. മാധുവിന് അറിയാമോ, 2016 ഉണ്ടായിരുന്ന സ്ഥാപനം കഴിഞ്ഞ 8 വർഷം കൊണ്ട് 50 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച സർക്കാരാ. ഞാൻ പറയുന്നത് ബാറുകളെ കുറിച്ചാണ്. മൊത്തം വർദ്ധിച്ചത് 29 ഇരട്ടിയാണ്. എന്നിട്ടാണ് ആർഷോ പറഞ്ഞത്, ആ അമ്മച്ചോട് പറഞ്ഞത്, പ്രകടന പത്രികയിൽ മദ്യനിരോധനം പറഞ്ഞിട്ടുണ്ടോ? ആർഷോ പത്രം വായിക്കാത്ത ആളാന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. 2016 നിങ്ങളുടെ പ്രകടന പത്രികയിലെ 552 ഖണ്ഡിക എടുത്ത് വായിച്ചു നോക്ക്. 2021 പ്രകടന പത്രികയുടെ 883 ഖണ്ഡിക അതെടുത്ത് എന്നിട്ട് സംസാരിച്ച് കള്ളത്തരം പറയരുത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് മദ്യ നിരോധനം അല്ല ഞങ്ങളുടെ അജണ്ട. വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ
മതി നിന്റെ ചായ കുടി നിങ്ങളുടെ രാഷ്ട്രീയ പദ്ധതി മദ്യനിരോധനമല്ല, ഇവിടെ മദ്യനിരോധനം നടപ്പിലാക്കും എന്ന് പറഞ്ഞുകൊണ്ടുമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നിട്ടുള്ളത്. അയ്യന്റെ മോനെ ഇടതുപക്ഷ സഹോദരനോട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ BJP-ക്കാരനോ ഒരു കാരണമില്ല കേട്ടോ. നേരത്തെ ഈ അമ്മ ചോദിച്ച ചോദ്യം ഫ്രം ദി സ്റ്റാറ്റസ് ഓഫ് 29 29 ബാറിൽ നിന്നും 8 കൊല്ലം കൊണ്ട് 836 ബാർ. ഹൗ ക്യാൻ ഇറ്റ് ബി എക്സ്പ്ലെയിൻഡ്? ഇതാകെ വശപ്പശായല്ല. ഇതിന് പ്രശ്നമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ചോദ്യം തുടർച്ചയായി ചോദിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരേ ചോദ്യത്തിൽ മാത്രം നിന്ന് പോകാൻ പറ്റില്ല നമുക്ക് ചർച്ച. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ആകെ പ്രശ്നമാണ്. ശരി യുവരാജ്, അല്ല അദ്ദേഹം കുറെ നേരമായിട്ട് സംസാരിച്ചില്ല. അടിമുടി പ്രശ്നമാണ്. അല്ല എനിക്ക് എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെയാണ്. അല്ല അല്ല എനിക്ക് കുറച്ച് നേരമായിട്ട് ഇവിടെ നിന്നപ്പോ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിൽ വികസനം ഇല്ലാതെ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതാണ് സത്യം. ഇല്ലായ്മ ഇവിടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആ വികസനം ഇല്ലായ്മയ്ക്ക് ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വോട്ട് ചോദിക്കുന്നത്. വയനാട്ടിനകത്ത് നടന്നിട്ടുണ്ടായിരുന്ന ദുരന്തം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വയനാട്ടിൽ വരികയും ഇന്ന് വരെ 1 രൂപ വയനാട്ടിന് വേണ്ടി അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കി പോണം. കോടതിയില് കേന്ദ്ര സർക്കാർ മറുപടി കൊടുത്തിട്ടുണ്ട്. ഏത് കോടതിയെന്നോ പത്രം വായിച്ചാൽ മതി സഹോദര, മനസ്സിലാവും. കോടതിയില് ഞാൻ പറയട്ടെ, കോടതിയില് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് അവിടെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ പൈസ എന്ന് പറയുന്ന സാധനം ചോദിക്കുമ്പോ ഇങ്ങനെ എടുത്ത് വീശി എറിയാൻ പറ്റില്ല. കൃത്യമായിട്ട് കണക്ക് കൊടുക്കണം. ബില്ലോ ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ കൃത്യമായിട്ട് തരം തിരിച്ചിട്ട് കേന്ദ്ര സർക്കാരിനോട് ഇന്ന കാര്യത്തിൽ ഇന്നതാണ് വേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ രേഖ ഒന്ന് മുമ്പിലോട്ട് വെക്കാമോ? നിങ്ങൾ കൊടുത്തെങ്കിൽ നിങ്ങൾ കോടതിയിൽ പറയുന്നെങ്കിൽ നിങ്ങൾ കോടതിയിൽ ആ രേഖ സബ്മിറ്റ് ചെയ്യാത്തെന്താ? നിങ്ങൾ കൊടുത്തു രേഖ, ഇങ്ങനെ കൈവക്കി കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് രേഖ എന്ന് പറഞ്ഞു. അല്ല, നിങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പിണറായി വിജയന്റെ പുട്ടടിക്കാൻ വേണ്ടി കഴിച്ചു കൊടുക്കാൻ പറ്റില്ല. സബ്മിറ്റ് ചെയ്താൽ കാശ് കിട്ടും, അല്ലാണ്ട് വായുവിൽ കണക്കെഴുതി കാണിച്ചാൽ കിട്ടില്ല. എഴുതി കാണിച്ചാൽ നിങ്ങൾക്ക് കാശ് കിട്ടില്ല. പോയേ കയ്യിന്ന് പോയേ പിന്നെ പോയി. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഒടുകയും ചെയ്യും. നമുക്ക് കാണാം.